തോമസ് കെ തോമസ് MLA NCPയുടെ സംസ്ഥാന അധ്യക്ഷനാകും എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. PC ചാക്കോ അധ്യക്ഷ പദവി രാജിവെച്ച ഒഴിവിലേക്കാണ് തോമസ് കെ തോമസ് കേരളത്തിലെ NCPയുടെ നായകനായി എത്തുന്നത്. മന്ത്രി AK ശശീന്ദ്രന്റെ പിന്തുണയോടെയാണ് തോമസ് കെ തോമസ് NCP സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത്. PC ചാക്കോ രാജിവെച്ച സാഹചര്യത്തിൽ പുതിയ സംസ്ഥാന അധ്യക്ഷനെ നിശ്ചയിക്കുന്നതിനായി സംസ്ഥാന നേതാക്കളെ ദേശീയ അധ്യക്ഷൻ ശരത് പവാർ മുംബൈക്ക് വിളിപ്പിച്ചിരുന്നു. ശരത് പവാറിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലാണ് തോമസ് കെ തോമസിനെ അധ്യക്ഷനാക്കാൻ ധാരണയായത്. PC ചാക്കോ, AK ശശീന്ദ്രൻ, തോമസ് കെ തോമസ് എന്നിവരാണ് ശരത് പവാറുമായി ചർച്ച നടത്തിയത്. PC ചാക്കോയുടെ രാജിക്ക് പിന്നാലെ തന്നെ തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് AK ശശീന്ദ്രൻ ശരത് പവാറിന് കത്തയച്ചിരുന്നു. ഇവയെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് എന്താണ് എന്നാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് സംഘടനാ നടപടികൾ പൂർത്തീകരിച്ച് മതിയെന്നാണ് മുംബൈയിലെ യോഗത്തിൽ ഉണ്ടായ ധാരണ. ഇതനുസരിച്ച് കൊണ്ട് തന്നെ ഈ മാസം 25-ന് ദേശീയ അധ്യക്ഷൻ നിയോഗിച്ച നിരീക്ഷകൻ കേരളത്തിലേക്ക് എത്തും. മുൻ മന്ത്രിയും മഹാരാഷ്ട്രയിലെ മുതിർന്ന നേതാവുമായ ജിതേന്ദ്ര അവാദാണ് പുതിയ അധ്യക്ഷനെ നിശ്ചയിക്കാനുള്ള നടപടികളെ നിരീക്ഷകനായി എത്തുക. NCPയുടെ ഭരണഘടന അനുസരിച്ചുകൊണ്ട് തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ ജനറൽ ബോഡിക്കാണ് സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള അധികാരമുള്ളത്. അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ ജനറൽ ബോഡി വിളിക്കുകയും ചെയ്യും. ഒരു ബ്ലോക്ക് കമ്മിറ്റിയിൽ 3 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ വീതമാണ് NCPക്കുള്ളത്. 140 ബ്ലോക്കുകളിൽ നിന്നായി 420 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണ് NCPയിലുള്ളത്. ആലപ്പുഴയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് മരവിപ്പിച്ചിരിക്കുന്നതിനാൽ അക്കാര്യത്തിൽ പ്രത്യേക തീരുമാനവും വേണ്ടിവരും. സംസ്ഥാന കമ്മിറ്റിയിലെ ഭൂരിപക്ഷവും ഇപ്പോൾ ശശീന്ദ്രൻ പക്ഷത്തിനൊപ്പമാണ്. അതുകൊണ്ട് തന്നെ തോമസ് കെ തോമസ് സംസ്ഥാന അധ്യക്ഷനാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പുമാണ്. മന്ത്രിയാകാൻ മോഹിച്ച് കളത്തിലിറങ്ങിയ തോമസ് കെ തോമസ് ഒടുവിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടുകയാണ്. മന്ത്രിയാകാൻ PC ചാക്കോയ്ക്കൊപ്പം നിന്ന് കളിച്ച തോമസ് നീക്കം ഫലം കാണാതെ പോയതോടെ ചാക്കോയുമായി അകന്നിരുന്നു. CPM പിന്തുണ ശശീന്ദ്രനാണ് എന്ന് അറിഞ്ഞതോടെ അദ്ദേഹത്തിന്റെ പക്ഷത്തേക്ക് മാറുകയും ചെയ്തു. PC ചാക്കോ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് ശേഷമുള്ള സാഹചര്യം വിലയിരുത്തുവാനും പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ചാണ് കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ PC ചാക്കോയെയും AK ശശീന്ദ്രനെയും തോമസ് കെ തോമസിനെയും ശരത് പവാർ മുംബൈക്ക് വിളിപ്പിച്ചത്. PC ചാക്കോ ഒറ്റയ്ക്കും ശശീന്ദ്രനും തോമസ് കെ തോമസും ഒരുമിച്ചുമാണ് മുംബൈയിലെത്തിയത്. രാവിലെ 11-ന് ആരംഭിച്ച ചർച്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് പൂർത്തിയായത്. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള രാജിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ശരത് പവാർ ചാക്കോയോട് ആരാഞ്ഞു. പദവി ഒഴിയാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് തന്നെയായിരുന്നു PC ചാക്കോയുടെ മറുപടി. AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന പാർട്ടി സംസ്ഥാന ഘടകത്തിലെ തീരുമാനം നടക്കാതെ പോയതിലുള്ള അതൃപ്തി PC ചാക്കോ ശരത് പവാറിനെ അറിയിക്കുകയും ചെയ്തു. മന്ത്രിയായി തോമസ് കെ തോമസിനെ നിശ്ചയിക്കാൻ CPM പിന്തുണ ലഭിച്ചില്ല എന്ന കാര്യവും ചാക്കോ പവാറിനെ ധരിപ്പിച്ചു. തന്നെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് തോമസ് കെ തോമസ് പവാറിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. തോമസിനെ അധ്യക്ഷനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ കത്ത് നൽകിയ ശശീന്ദ്രൻ തോമസിനുള്ള പിന്തുണ ചർച്ചയിലും ആവർത്തിച്ചു. ഇതോടെയാണ് തോമസ് കെ തോമസിനെ അധ്യക്ഷനാക്കാൻ ശരത് പവാറും പച്ചക്കൊടി വീശിയത്. എന്നാൽ നടപടിക്രമങ്ങൾ പാലിച്ച് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് പാടുള്ളൂവെന്ന് PC ചാക്കോ ശഠിച്ചു. തുടർന്നാണ് മുതിർന്ന നേതാവായ ജിതേന്ദ്ര അവധാനിനെ കേരളത്തിലേക്ക് അയച്ച് നടപടികൾ പൂർത്തിയാക്കാൻ ധാരണയായത്. ഇത്രയും നീക്കങ്ങളെല്ലാം തന്നെ NCPയിൽ ഉണ്ടായ സാഹചര്യത്തിൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ ഇതെല്ലാമാണ്. സംസ്ഥാന NCPയിലെ അധികായനായി AK ശശീന്ദ്രൻ മാറുകയാണോ? AK ശശീന്ദ്രനിലാണോ യഥാർത്ഥത്തിൽ NCPയുടെ ഭാവിയിരിക്കുന്നത്? കാരണം PC ചാക്കോയുടെ രാജി എന്നത് വളരെ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമായിരുന്നു. അദ്ദേഹത്തിന്റെ രാജിയെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള റിപ്പോർട്ടുകളും ആദ്യം പുറത്തു വന്നിരുന്നില്ല. ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ രാജി പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ രാജി പ്രഖ്യാപനം ഉണ്ടാകുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനായി പരിഗണിക്കുന്നു എന്ന AK ശശീന്ദ്രന്റെ വാക്കുകളും പുറത്തു വരുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ആ വാർത്തകൾ നിഷേധിച്ചുകൊണ്ട് AK ശശീന്ദ്രൻ രംഗത്ത് വരുന്നുണ്ട്. താൻ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യമെല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ പിന്നീടും പലപ്പോഴായി തോമസ് കെ തോമസിന് അദ്ദേഹം പിന്തുണ നൽകുന്നതായി കാണാൻ സാധിക്കുന്നതുമുണ്ട്. എന്നാൽ ഈ പിന്തുണ എന്ന കാര്യം ആദ്യമേ PC ചാക്കോ അറിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഇത്തരമൊരു കടുത്ത നീക്കത്തിലേക്ക് അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് നീങ്ങിയത് എന്നുള്ള വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. അതായത് CPM യഥാർത്ഥത്തിൽ PC ചാക്കോയെ സമ്മർദ്ദത്തിലാക്കി എന്നും മാത്രമല്ല AK ശശീന്ദ്രനും തോമസ് കെ തോമസും ഒരുമിക്കുന്നു എന്നും ഇതെല്ലാം തന്നെ താൻ ഒറ്റയ്ക്കാക്കുന്നതിൻ്റെ സൂചനയെ കണ്ടുകൊണ്ട് അദ്ദേഹം മനസ്സുമടുത്തുകൊണ്ട് ഗതികെട്ടുകൊണ്ട് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയായിരുന്നു എന്നുള്ള വാർത്തകളാണ് പിന്നീട് പ്രചരിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാജിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. പിന്നീട് വലിയ തരത്തിലുള്ള വിവരങ്ങളും അഭ്യൂഹങ്ങളും പുറത്തു വന്നത് എന്ത് എന്ന് വെച്ചാൽ തോമസ് കെ തോമസിനെ യാതൊരു കാരണവശാലും സംസ്ഥാന അധ്യക്ഷനാക്കാൻ PC ചാക്കോ സമ്മതിക്കില്ല എന്നുള്ളതായിരുന്നു. PC ചാക്കോ അദ്ദേഹത്തിനോടുള്ള എതിർപ്പ്
സ്വാഭാവികമായും പ്രകടമാക്കും എന്നുള്ള വാദങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒടുവിലെത്തി നിൽക്കുമ്പോൾ PC ചാക്കോയുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള പ്രകോപനപരമായ നീക്കങ്ങളും ഉണ്ടാകുന്നില്ല. അദ്ദേഹം ഒഴിഞ്ഞു മാറുന്ന സമീപനമാണുള്ളത്. എന്നാൽ അതേസമയം തന്നെ AK ശശീന്ദ്രൻ വിചാരിച്ച പോലെ അദ്ദേഹത്തിന്റെ മന്ത്രി പദവിയിൽ തുടരുന്നുണ്ട്. മാത്രമല്ല തോമസിനെ അദ്ദേഹത്തിന്റെ കൂടെ കൂട്ടുന്നുമുണ്ട്. ഇനിയിപ്പോൾ തോമസും AK ശശീന്ദ്രനും ഒന്നായ സാഹചര്യത്തിൽ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും PC ചാക്കോ രാജിവെച്ചുകൊണ്ട് ദേശീയ പ്രവർത്തക സമിതിയിൽ മാത്രമായി തുടരുന്ന സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ NCPയുടെ ഭാവി ആരുടെ കയ്യിലാണ് എന്നുള്ള ചോദ്യമാണ് ഏറെ പ്രസക്തമാകുന്നത്. AK ശശീന്ദ്രനിലേക്ക് തന്നെ എന്നതാണ് അതിൻ്റെ ഉത്തരം എത്തി നിൽക്കുന്നതും. കാരണം നാളിതുവരെ NCPയിൽ സംഭവിച്ചതെല്ലാം തന്നെ AK ശശീന്ദ്രൻ്റെ നീക്കങ്ങളായിരുന്നു. ആദ്യമെല്ലാം തന്നെ AK ശശീന്ദ്രനെതിരെ വലിയ തരത്തിലുള്ള പ്രകോപനപരമായ നീക്കങ്ങളുമായി തോമസ് ആണെങ്കിലും PC ചാക്കോ ആണെങ്കിലും രംഗത്ത് വന്നപ്പോഴും NCPയിലെ ഭൂരിപക്ഷം പേരും AK ശശീന്ദ്രൻ പക്ഷത്തായിരുന്നു. LDFും CPMും മുഖ്യമന്ത്രിയും എല്ലാം തന്നെ AK ശശീന്ദ്രനോടൊപ്പം തന്നെയായിരുന്നു. മുഖ്യമന്ത്രിയെ കാണാൻ തോമസ് തിരുവനന്തപുരത്ത് താമസമാക്കിയപ്പോഴും മുഖ്യമന്ത്രി കാണാൻ മടിച്ചതും അതിനുശേഷം തോമസിന് എതിരെ നിലപാട് സ്വീകരിച്ചതുമെല്ലാം തന്നെ AK ശശീന്ദ്രന് വളരെ നേട്ടമായിരുന്നു. അതായത് ഇവയെല്ലാം തന്നെ കാണിക്കുന്നത് NCPയിലെ അധികായനായി മാറുന്നത് ഇപ്പോൾ AK ശശീന്ദ്രൻ തന്നെയാണ് എന്നതാണ്.